മെയ് 4 മുതൽ മെയ് 13 വരെ നീണ്ടു നിൽക്കുന്ന 10 ദിവസങ്ങൾ ഒരു സിനിമാ കഥ പോലെ. നായകനും വില്ലനുമെല്ലാം ഒരേ പാർട്ടിയിൽ. നായകൻ ആരെന്ന് ക്ലൈമാക്സിൽ മാത്രം അറിയുന്ന സിനിമാ കഥ ആരംഭിക്കുന്നു. നായകസ്ഥാനത്തിന് വേണ്ടി 4-ാം തീയതി തുടങ്ങിയതാണ് മത്സരം. സപ്പോർട്ടിംഗ് താരങ്ങളായ അണികൾ റോഡിലിറങ്ങി ഫ്ലെക്സ് കീറി തെരുവ് യുദ്ധം വരെ കൊണ്ടുപോകുന്ന മാസ് മസാല ഫസ്റ്റ് ഹാഫ്. ഡൽഹിയിൽ 3 നേതാക്കളും ഖർഗെയുടെ വീട്ടിലെത്തിച്ചതാണ് ക്ലൈമാക്സ് എന്ന് പ്രതീക്ഷിച്ച പ്രേക്ഷകർക്ക് കിട്ടിയത് നല്ല ഇടിവെട്ട് മാസ് മസാല ഇന്റർവെൽ മാത്രം. ചേരിതിരിഞ്ഞ് പ്രവർത്തിക്കരുതെന്നും ഫ്ലെക്സുകൾ നീക്കം ചെയ്യണമെന്നും നേതാക്കളുടെ ആവശ്യം അവിടെ ഉയർന്നു. ശാന്തമായി ഒരു ദിവസം കേട്ട സപ്പോർട്ടിംഗ് താരങ്ങൾ വീണ്ടും കരിയോയിലും ഫ്ലെക്സ് തുപ്പലുമായി സിനിമയുടെ സെക്കൻഡ് ഹാഫ് അങ്ങ് കളറാക്കി. ഇന്ന് സിനിമയുടെ ക്ലൈമാക്സ് ഉണ്ടാകുമെങ്കിൽ പിറക്കുന്ന നായകനാര്? ഇന്റർവെൽ നടന്ന അതേ സ്ഥലത്ത് ക്ലൈമാക്സ് പിറക്കുമോ? ഇന്റർവെല്ലിൽ കണ്ട ചിരിച്ച നായകന്മാരും വില്ലന്മാരും ക്ലൈമാക്സിലും അത് തന്നെ ഉണ്ടാകുമോ? 4-ാം തീയതി ഇന്ദിരാഭവനിൽ കണ്ട അതേ തിരക്ക് 10 ദിവസം കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ ഇനി ഒരു ഇന്റർവെൽ താങ്ങാനുള്ള ശേഷി പ്രവർത്തകർക്കുമില്ല. ക്ലൈമാക്സേ നീ ഇന്ന് വരില്ലേ? സിനിമയുടെ ടൈറ്റിൽ പറയുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.